നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ 20ാമത്തെ എപ്പിസോഡാണ്. അതിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ശ്രീ പി അയ്യനെത്തിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം അയച്ച കത്തുകളൊന്നും എൻ്റെ കയ്യിലില്ല. സത്യമായിട്ട് വേണമല്ലോ പറയാൻ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പലതവണ നേരിൽ കാണുകയുണ്ടായി. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഴ്വ്യമായം എന്ന ചിത്രത്തെക്കുറിച്ചിട്ടാണ്. ഒരു ഇതിഹാസം എന്ന് തന്നെ പറയാവുന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലും തെളിഞ്ഞ അതിപ്രശസ്തമായ ഒരു നോവൽ. ഇതുപോലൊരു നോവൽ മലയാള സാഹിത്യരംഗത്തുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രമാത്രം ജീവിതവുമായി ബന്ധമുള്ള ഒരു മഹത് സൃഷ്ടി. വാഴ്വ്യമായം ചലച്ചിത്രമായപ്പോൾ അതിൽ സത്യൻ്റെയും ഷീലയുടെയും അതിലഭിനയിച്ച നടീനടന്മാരുടെ പ്രകമ്പനം കൊള്ളുന്ന പ്രകടനം മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ചിത്രത്തിൻ്റെ ഗരിമ, ആ ചിത്രത്തിൻ്റെ സൗന്ദര്യം, ആ ചിത്രത്തിൻ്റെ ദൃശ്യാവിഷ്കാരം എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അതുപോലെ തെറ്റ്, ഒരുപാട് സൃഷ്ടികൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി. 1928 ഏപ്രിൽ 10 പത്തനംതിട്ടയിലെ നരിയാപുരത്ത് ജനനം. അധ്യാപകൻ, പത്രാധിപർ, സർക്കാർ ഉദ്യോഗസ്ഥൻ, അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തി. മാസ്റ്റർ ബിരുദധാരി. നോവൽ, കഥ, നാടകം, അങ്ങനെ 50ഓളം കൃതികൾ. വാഴ്വ്യമായം, തെറ്റ്, മുഹൂർത്തങ്ങൾ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ചില ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി. 2008 ജൂൺ 16 അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പലതവണ അദ്ദേഹത്തെ നേരിൽ കാണാൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്ന കുമാരപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴൊന്നും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ട് ഒരു 4 തവണയോളം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും 4 തവണയും അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നമ്മുടെ മനസ്സിനെ മഥിക്കുന്നതാണ്. ഇന്ന് എത്രയോ ആയിരക്കണക്കിന്, 10,000-കണക്കിന് നോവലുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കേരള ശബ്ദത്തിൽ വന്ന ദ്രോഹികളുടെ ലോകം എന്നുള്ള ആ ഒരു നോവൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു ടൈറ്റിൽ ഇന്നത്തെ കാലത്തിന് യോജിച്ചതാണെന്ന് തോന്നിപ്പോകാറുണ്ട്. അത് തുടർച്ചയായി കേരള ശബ്ദത്തിൽ വന്നിരുന്നു. അത് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞത് പുസ്തകമായി മാറിയപ്പോഴാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളാണോ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം മികവുള്ള സൂക്ഷ്മ വീക്ഷണമുള്ള ഒരു നോവലാണ് ദ്രോഹികളുടെ ലോകം. ഒരു 10,000 നോവലുകളുടെ ടൈറ്റിൽ എടുത്താൽ ഞാൻ
അതിന് ആദ്യ മാർക്ക് കൊടുക്കുന്നത് ദ്രോഹികളുടെ ലോകത്തിനാണ്. അങ്ങനെ ആ വലിയ എഴുത്തുകാരനെ കാണാൻ പല കുറി പോയിട്ടും നടന്നില്ല. പിന്നെ പറ്റുമ്പോൾ കാണാം എന്ന ചിന്തയുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 കൃതികൾ വായിച്ചിരുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയത് തെറ്റ്, വാഴ്വ്യമായം തുടങ്ങിയ ചിത്രങ്ങളിലെ രചനാ വൈഭവമാണ്. 6ഓളം സൃഷ്ടികൾ സിനിമയായി, 6 അതിൽ കൂടുതലെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ മികച്ചു നിൽക്കുന്നൊരു ചിത്രം വാഴ്വ്യമായം തന്നെയാണ്. അതിനെ കടത്തിവെട്ടാൻ അക്കാലത്ത് വേറെ ഏതെങ്കിലും ചിത്രം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. സത്യൻ എന്ന അഭിനയ ചക്രവർത്തിയുടെ പ്രകടനം വിസ്മയിപ്പിച്ച് കളയും നമ്മളെ ഓരോരുത്തരെയും. അതിലെ എല്ലാ കഥാപാത്രങ്ങളും, അതിലഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തയിലേക്ക് തള്ളിവിടും. പ്രവൺസീറും ഷീലയും അങ്ങനെ നിരവധി താരങ്ങൾ. അതുമാത്രമല്ല, തെറ്റ് എന്ന സിനിമയും ഓരോ ചിത്രങ്ങളുടെയും തിരക്കഥ, ചില ചിത്രങ്ങളുടെ ചിത്രീകരണം, അതെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെയുള്ള ആ വലിയ എഴുത്തുകാരനെ ഞാൻ നേരിൽ കാണുന്നത് രസകരമായിട്ടുള്ളൊരു സംഭവത്തിലൂടെയാണ്. തിരുവനന്തപുരത്തെ YMCA ഹാളിൽ സുകുമാർ അഴീക്കോടും അങ്ങനെ നിരവധി പേർ പ്രസംഗിക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർക്ക് ഒരുപാട് വേദികൾ ഒരുക്കി കൊടുത്ത അന്തരിച്ച ചർച്ചാവേദി ബാബു എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. അപ്പോൾ വാതിലിനരികിൽ ഹാളിൻ്റെ പുറത്ത് ആയിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഓരോരുത്തരുടെയും പ്രസംഗം ശ്രവിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാനും അക്കൂട്ടത്തിലുണ്ട്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് കാണും. ആജാനുബാഹുവായ നല്ല വണ്ണമുള്ള ഒരു മനുഷ്യൻ, കറുത്തിരുണ്ട മുഖം, ആടി ആടി എൻ്റെ പിന്നിൽ വന്നു നിന്നു. അല്പം പൊക്കക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാലങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ആരാണെന്നൊന്നും. ഞാൻ ആ പ്രസംഗമണ്ഡപത്തിൽ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേട്ട് മടങ്ങണം എന്നുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് അന്ന് അവിടെ ചെന്ന് നിന്നത്. പെട്ടെന്ന് എൻ്റെ ഷർട്ടിലും എൻ്റെ ദേഹത്തുമായി ഒരാൾ ഛർദ്ദിക്കുന്നു. അതും നന്നായിട്ട് മദ്യപിച്ച ഒരാൾ. മദ്യത്തിൻ്റെയും ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിൻ്റെയും ദുർഗന്ധം നമുക്ക് സഹിക്കാനേ കഴിയില്ല. ശരീരം മുഴുവൻ. എന്നിട്ട് എൻ്റെ തോളിലോട്ട് ആ മനുഷ്യൻ വീഴുകയാണ്. പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ഞാൻ അടിക്കാനായിട്ട് കൈ ഓങ്ങിയതും അകത്തു നിന്നും ചർച്ചാവേദി ബാബു ഓടി, ആൾക്കാർ തള്ളി പകഞ്ഞ് മാറ്റി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന്, അടിക്കല്ലേ ശരവണ, അത് നമ്മുടെ നോവലിസ്റ്റ് അയ്യനേത്താണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കൈ ഇങ്ങനെ പൊക്കിയതേ ഉള്ളൂ, അടിക്കുകയൊന്നും ചെയ്തില്ല. എങ്കിലും ആ ദുർഗന്ധം നിറഞ്ഞ ആഹാരത്തിൻ്റെ ഇത് ശരീരമാസകല ഇതും കൊണ്ട് എങ്ങനെ പോകും എന്ന്, വീട്ടിലോട്ട് പോകും എന്നറിയില്ല. അത്രമാത്രം രൂക്ഷഗന്ധമാണ്. അങ്ങനെ ആൾക്കാരെല്ലാം പകഞ്ഞു മാറി. പ്രസംഗത്തിന് തടസ്സമുണ്ടായി. പെട്ടെന്ന് ചർച്ചാവിധി ബാബു എന്നെയും അദ്ദേഹത്തെയും കൂട്ടി അവിടുത്തെ ശുചിമുറിയിൽ പോയി. ഷർട്ട് ഊരി അത് കംപ്ലീറ്റ് കഴുകി, അത് കഴിഞ്ഞ് ഇട്ടിരുന്ന പാൻറ്റിന് മറയായി ഈ നനച്ച ഈ ഷർട്ടും എടുത്ത് പാൻറ്റും കഴുകി ഒരു വിധത്തിൽ വീണ്ടും ആ നനഞ്ഞ വസ്ത്രം തന്നെ
മാക്സിമം പിഴിഞ്ഞ് വീണ്ടും ഞാനതിട്ടു. എന്നിട്ട് മുഖമെല്ലാം ചോറിൻ്റെ എച്ചിൽ കഷ്ണങ്ങൾ പുരണ്ട ആ വലിയ പ്രതിഭയെ ഞാൻ തന്നെ കൈകൊണ്ട് മുഖമെല്ലാം കഴുകി, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പല ആവർത്തി പറയുകയാണ്. ഞാൻ എത്രയോ തവണ വീട്ടിൽ ചെന്നിട്ട് കാണാൻ കഴിയാത്ത ആ വലിയൊരു എഴുത്തുകാരൻ എന്നോട് ക്ഷമ പറയുകയാണ്. കാരണം എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ആളറിയില്ലല്ലോ. ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ നമ്മുടെ ശരീരമാസകലം അങ്ങനെ ഒന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, സാർ കുഴപ്പമില്ല, സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖവും എല്ലാം വെള്ളം കൊണ്ട് കഴുകി, അദ്ദേഹത്തിൻ്റെ ഷർട്ടും എല്ലാം കഴുകി ഞാൻ അദ്ദേഹത്തെ കൂട്ടി പുറമേക്ക് വന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ചർച്ചാവേദി ബാബുവും ഞാനും ശ്രീ അയ്യനത്തുമായി പുറത്തേക്ക്, ഹാളിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. കാറ്റിൻ്റെ സ്പർശത്താൽ ഇതൊന്ന് ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മുഹൂർത്തങ്ങൾ എന്നുള്ള നോവലിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് അതിനെപ്പറ്റി പറയുക? അപ്പോൾ പുറത്തോട്ട് വന്നു നിന്നപ്പോഴും ലേശം അധികമായി പോയി. കുഞ്ഞെ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ സംഭവിച്ചു പോയി, അത്രമാത്രം, എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ സാറിൻ്റെ സൃഷ്ടികൾ എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അത്രമാത്രം ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. അന്ന് അവിടെ നിന്നും ഒരു വണ്ടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഠിക്കൽ ഞാൻ കൊണ്ടുവിട്ടു. വീട്ടിലോട്ടൊന്നും കയറിയില്ല. കാലം 10-20-25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ വീട് കുമാരപുരത്ത് എവിടെയാണെന്ന് പോലും ഓർമ്മയിൽ തെളിയുന്നില്ല. ജീവിതത്തിൻ്റെ കാന്തിക വലയത്തിൽപ്പെട്ട് നമ്മളും പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് വീണ്ടും വേറൊരു ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. പുറമേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുകയും അങ്ങനെ വൈകി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം. പക്ഷേ ഒരു വലിയ പ്രതിഭ, ജീവിതം കണ്ട, ഞാൻ കണ്ട ഓരോ എഴുത്തുകാരിൽ നിന്നും വളരെയധികം പ്രത്യേകതയും ജീവിതത്തെ സൂക്ഷ്മ വീക്ഷണത്തോടുകൂടി കാണാൻ കഴിവുള്ള ഒരു വലിയ മനസ്സുള്ള വ്യക്തി. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാതെ അവിടെ കൊണ്ടുവിട്ടപ്പോൾ അവിടെയുള്ളവർ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് കയറിയിരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വന്ന് നേരിൽ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ വയ്യാണ്ടാണ് ആ വീട്ടിലോട്ട് കയറിപ്പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തോ ഒരു തെറ്റുപറ്റി. ഞാൻ പറഞ്ഞു, തെറ്റിൻ്റെ കണക്കുകളൊന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് പലതരത്തിലാണ്. മനുഷ്യ മനസ്സ് പലതരത്തിലാണ് വ്യാപരിക്കുന്നത്. അല്പം മദ്യം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടോ അങ്ങയുടെ മഹത്വവും അങ്ങയുടെ കഴിവും ലോകമുള്ളിടത്തോളം കാലം, മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2008 ജൂൺ 16 അദ്ദേഹം അന്തരിച്ചത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എഴുത്തിൻ്റെ വാതായനം തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ മോശമായി കാണാനോ അല്ലെങ്കിൽ മോശമായി ചിന്തിക്കാനോ അല്ല.
അല്പം മദ്യം കഴിച്ചു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയ്ക്കുമൊന്നും ഒരു കുറവും വരില്ല. പക്ഷേ ഞാൻ കണ്ടുമുട്ടിയ മുഹൂർത്തം ഇങ്ങനെയായിപ്പോയി എന്നേ ഉള്ളൂ. പക്ഷെ ഒരു മഹാഗുരു എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ കർണപർവം എന്നുള്ള നോവലും സിനിമയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥാരചനയും അദ്ദേഹത്തിൻ്റെ എഴുത്തുമെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇത്രയും സൂക്ഷ്മ വിശകലനം ചെയ്ത ദ്രോഹികളുടെ ലോകം ഓരോരുത്തരും വായിക്കണം. അങ്ങനെയൊരു ടൈറ്റിൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്ന് എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. കാരണം കാലത്തിൻ്റെ മാറ്റങ്ങൾ, നമ്മൾ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നവരെ, അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായവരെ, അവരുടെ ജീവിതത്തിന് തലോടൽ നൽകിയവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പിൽക്കാലങ്ങളിൽ അവരെ ഒന്ന് ഓർക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്ന മന്നവർ. അപ്പോൾ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യ മനസ്സുകൾ എപ്പോഴും അസ്വസ്ഥതയിലാണ്. പല അനുഭവങ്ങളിലൂടെ എനിക്ക് തോന്നിയ ഒന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാലത്തിൻ്റെ കേളികൊട്ട് കേൾക്കുമ്പോഴും കാലത്തിൻ്റെ ശംഖനാഥം കേൾക്കുമ്പോഴും മലയാള സാഹിത്യത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും ശ്രീ പി അയ്യനേത്ത് എന്ന വലിയ നോവലിസ്റ്റ് നമുക്ക് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു എഴുത്തുകാരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ, അദ്ദേഹത്തിൻ്റെ കഥയായാലും നാടകമായാലും നോവലായാലും അതിലെല്ലാം വീക്ഷണം, മനുഷ്യ മനസ്സിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളുമെല്ലാം വളരെ വ്യക്തതയോടെ, വളരെ പ്രാധാന്യത്തോടെ, മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന കണ്ണികളെ എത്ര വിശദമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമിയുടെയൊക്കെ നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വം, മലയാള സാഹിത്യത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എല്ലാം എൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേയധികം കഥകളും നോവലുകളുമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്. എഴുത്തുകാരൻ എന്നും എഴുത്തുകാരൻ തന്നെയാണ്. ഇന്ന് ഏകദേശം 10-16 വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട്. എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അത്രമാത്രം കഴിവുള്ള ഒരു വലിയ എഴുത്തുകാരൻ, ഒരു കടലോളം വളർന്ന ഒരു എഴുത്തുകാരൻ. അത് നമുക്ക് കണ്ണെത്താ ദൂരത്ത് കാണാൻ കഴിയില്ലല്ലോ അതിൻ്റെ അവസാനം എവിടെയെന്ന്. അതുപോലെ ദീർഘവീക്ഷണമുള്ള ഒരു വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒത്തിരി സൃഷ്ടികൾ പബ്ലിക് ലൈബ്രറിയിലെ ഷെൽഫുകളിൽ നിരന്നിരിപ്പുണ്ട്. ഇത് ചിത്രീകരിക്കുന്നതിന് മുമ്പേ 3-4 തവണ ലൈബ്രറിയിൽ പോയി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ വീണ്ടും വായിക്കുകയും വീണ്ടും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാലാനുവർത്തിയായ പ്രതിഭാധനനായ ഒരു വലിയ എഴുത്തുകാരൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം.
അദ്ദേഹത്തെപ്പറ്റി തെറ്റായ ചിന്തയും തെറ്റായ വ്യാഖ്യാനങ്ങളും ഒന്നുമല്ല പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ഒരു അനുഭവം ഇത്തരത്തിലായി എന്ന് മാത്രം. അതിൽ തെറ്റോ അദ്ദേഹത്തെ ചെറുതായി കാണാനോ എനിക്ക് കഴിയില്ല. ഞാൻ കണ്ട രീതി ഇത്തരത്തിലായിപ്പോയി. എങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ചർച്ചാവേദി ബാബുവിനോട് പറഞ്ഞു. ചർച്ചാവേദി ബാബുവിനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരവണനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് അയ്യനേത്ത് പറഞ്ഞത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്നെ തല്ലിയേന്. പക്ഷെ അയാൾക്കറിയില്ലല്ലോ, ഇപ്പോഴാണ് ശരിക്കും സാഹിത്യത്തിൻ്റെ വില, അല്ലെ ഞാനൊരു സാഹിത്യകാരനാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് എനിക്കുണ്ടായത് ഈ അനുഭവത്തിലൂടെയാണ്. കാലത്തിൻ്റെ ചക്രവാളത്തിൽ, കാലത്തിൻ്റെ ഒഴുക്കിൽ, കാലത്തിൻ്റെ വർണ്ണപ്പൊലിമയിൽ എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു ബാബു. പക്ഷേ എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ സ്നേഹോഷ്മളമായ ഓർമ്മകളിൽ എന്നും ശരവൺ മഹേശ്വർ ഉണ്ടാവും. അദ്ദേഹത്തോട് പറയണം ബാബു കാണുമ്പോൾ. അതിനെന്താ, ഞാൻ പറയാമല്ലോ എന്നെന്നോട് പറഞ്ഞു. പിന്നീട് PGT ഹാളിൽ ONV ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് എന്നെ കാണുമ്പോൾ പറഞ്ഞു, ശരവണ, അയ്യനേത്ത് തനിക്കൊരു ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് അത്? അന്നത്തെ ആ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു പോറലായി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതിലൊന്നും ഒരാളിനെ ചെറുതായി കാണാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ്, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ലെവലിലൊക്കെ ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിയണം. അപ്പോൾ എന്നെ അദ്ദേഹം ഓർമ്മിച്ചു എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് തവണ കാണാൻ കഴിയാതെ കണ്ടത് ഇത്തരത്തിലാണെന്ന് മാത്രം. എങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മണിമുത്തുകളാണ്, നവരത്നങ്ങളെപ്പോലെ തിളങ്ങുന്നവയാണ്. അത് കാലം എത്ര കഴിഞ്ഞാലും P. അയ്യനേത്ത് എന്ന സാഹിത്യകാരൻ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.